ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത് തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻ കറിയാണ്. അമ്മയാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കി കാണിക്കണത്. അപ്പോൾ മീൻ ക്ലീൻ ചെയ്യണത് മുതൽ തന്നെ കാണിക്കുന്നുണ്ട്. തൃശ്ശൂർ സ്റ്റൈലിലുള്ള വാളക്കറിയാണിത്. അതുപോലെ നാട്ടിലെ കുറച്ച് കൃഷിയുടെ കാഴ്ചകളാണ്. അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും കുറച്ച് കൃഷികളാണ് ഇതിൽ ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഒന്ന് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. കുറേ പഴുത്ത് നിൽക്കാല്ലേ, എന്തോരാ തിന്നാൻ കൊള്ളാം. ഇത് ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ്. ഇതാ കണ്ടില്ലേ, ടേസ്റ്റ് പല്ല് കറക്കുവോ? ഇത് ടേസ്റ്റ് സാധാരണ ഞാവൽപ്പഴത്തിനേക്കാളും കുറച്ചും കൂടി ഒരു കയ്പ്രസം അല്ലെങ്കിൽ ഒരു കറുപ്പ് കൂടുതലുണ്ട്. ഒരു കുരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടില്ലേ കുരു? ഇത് കിളിഞ്ഞാവൽ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറയുന്നു. ഡെയിലി 10 എണ്ണൊക്കെ വീതം കഴിച്ചാൽ നല്ലതാണ്, അങ്ങനെയാണ് അമ്മ പറയുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഞാവൽപ്പഴം ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചും കൂടി ഒരു ചവർപ്പ് രസം കൂടുതലാണ്. പിന്നെ ചെറുതാണെന്ന് മാത്രം, ഉള്ളിലൊരു കുരുവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമേ കിളികൾ ഒരുപാട് ഇരിക്കണ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കിളിഞ്ഞാവൽ എന്നൊരു പേര് വരണമെന്ന് തോന്നുന്നു. ഞങ്ങളും ഇപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഒരുപാട് കിളികൾ പറന്നുപോയി ഇതുമെന്ന്. പിന്നെ ഈ കാണുന്നത് എൻ്റെ അമ്മ ചെയ്ത കുറച്ച് ബോട്ടിൽ ആർട്സും അതുപോലെ ക്രാഫ്റ്റുകളാണ്. അപ്പോൾ ഇത് ചിരട്ട ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നുണ്ട്, ആ ഒരു ബോട്ടിൽ നിങ്ങൾ കണ്ടത്. അതുപോലെ ഇത് മുന്തിരിയുടെ കൊല ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വാളക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വാളമീൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 കിലോയോളം വലിപ്പമുള്ളൊരു മീനാണ്. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് ഇതിന് ജീവനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് വെള്ളത്തിലിട്ട് നോക്കിയത്, പക്ഷേ ചെറുതായിട്ടൊന്ന് ഇറങ്ങണേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് കരുവന്നൂർ പുഴയിലെ വാളയാണ്. അപ്പോൾ കരുവന്നൂർ പുഴയിലെ വാള എന്ന് പറയുമ്പോൾ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ് സാധാരണ വാള വെച്ച് നോക്കുമ്പോൾ. ഇനി ഇതൊന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ ഇതുപോലെയുള്ള മീനുകളൊക്കെ ഉരച്ചതിന് ശേഷം വൃത്തിയാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി ഉണ്ടല്ലോ, കുടംപുളി കുറച്ചിട്ടിട്ട് ആ വെള്ളത്തിൽ ഈ മീൻ മുക്കി വയ്ക്കാം. അപ്പോൾ അതിനുശേഷം പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളും കുറച്ച് സമയം ഇത് കുടംപുളി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മളിത് ഉരച്ചെടുക്കേണ്ടി വരും, ആ ഒരു വഴുവഴുപ്പ് കാര്യങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടില്ലേ, അതുപോലെ കരിമീൻ പോലുള്ള വേറെ മീനുകൾ നമുക്കിതുപോലെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം. ഇത് നല്ലൊരു ടിപ്പ് തന്നെയാണ്. അതിനുശേഷം കണ്ടില്ലേ, ഇത് ഈ വെള്ളത്തിലാണ് ഞങ്ങൾ കുറച്ച് സമയം മുക്കി വെച്ചിരുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പകുതിയായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ആ മീനിൻ്റെ പുറത്തുള്ള ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കത്തി വെച്ച് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണത്. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ റൗണ്ട് പീസസ് ആക്കിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മീനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ തലയുടെ ഭാഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നത് അമ്മയാണ്. അപ്പം അമ്മ ചെയ്ത സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ മീൻ ക്ലീൻ ചെയ്യണ കാര്യത്തിൽ നല്ല എക്സ്പെർട്ടാണ്. എനിക്കൊന്നും അത്രയ്ക്കൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് ചെറിയ മീനാണ്, പക്ഷെ വലിയ മീനുകൾ വരെ ഇപ്പോൾ 10 കിലോയുടെ മീനാണെന്നുണ്ടെങ്കിൽ പോലും അമ്മ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ തലയുടെ ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം.
ആവശ്യത്തിനുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് പിന്നെ ബാക്കി നമുക്ക് കളയാം. അപ്പോൾ ഞാനും ഇതിനു മുമ്പ് പല ടൈപ്പ് മീനുകൾ ക്ലീൻ ചെയ്യണത് കാണിച്ചിട്ടുണ്ട്. ഞണ്ട് ക്ലീൻ ചെയ്യണത്, ചെമ്മീൻ ക്ലീൻ ചെയ്യണത്, അതുപോലെ കണവ ക്ലീൻ ചെയ്യണത്, മത്തി ക്ലീൻ ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ട്. വലിയ മീനുകളൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. പിന്നെ ഇവിടെ കൂടുതൽ മീനുകളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കൂടുതൽ വാങ്ങിക്കാറ്. അപ്പോൾ ഇതിൻ്റെ തലയുടെ ഭാഗം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വലിയ മീനുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യണതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ തെറിക്കണതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്ന സമയത്തൊക്കെ ഇത് തെറിച്ചിട്ട് കിച്ചണൊക്കെ വൃത്തികേടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മുഴുവനും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഒരു 3-4 പ്രാവശ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് കാണിക്കണത് തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻ കറിയാണ്. നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് തയ്യാറാക്കണ വാളക്കറി. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻ കറിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വേണ്ടവർക്ക് അതിൽ നോക്കിയാൽ മതി. നിംഷാസ് കിച്ചൺ തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഏത് ടൈപ്പ് മീൻ ഉപയോഗിച്ചിട്ടും ഈ ഒരു രീതിയിൽ മീൻ കറി നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാം നന്നായിട്ട് ഞാനൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെ, അതിനുശേഷം പിന്നെ കാണിക്കാം. മീൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇനിയിപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ കുറച്ച് നമ്മൾ കറി വയ്ക്കുന്നുണ്ട്, ബാക്കി ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒരു 7-8 ചെറിയുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയോ ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് പക്ക തൃശ്ശൂർ സ്റ്റൈലിലുള്ളൊരു മീൻകറി തന്നെയാണ്. ഒരു 1/2 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവർ തന്നെ കിട്ടും മീൻ കറിയൊക്കെ ആകുമ്പോൾ. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു 2-3 പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും മീൻ കറിക്ക്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മസാല നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി അതിൽ നമുക്ക് ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. സമയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഈ കഷ്ണങ്ങളിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കും. ഇനി ഇതിലേക്ക് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നാളികേരത്തിൻ്റെ 2ാം പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുടപ്പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിക്ക് അനുസരിച്ച് കുടപ്പുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി ആയതുകൊണ്ട് തന്നെ കുടപ്പുളിയാണ് ഇതിൽ ഉപയോഗിക്കുക, വാളംപുളിയല്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കായിട്ട് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1ാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1ാം പാല് ചേർത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. അതുപോലെ തവി ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കാതെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീൻ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് മിക്സായിട്ട് വന്നോളും. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ മീൻ കറി റെഡി ആയിട്ട് വന്നോളും. ഇതിനിടയിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എരിവ് പോരാന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഉള്ളി കാച്ചിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് അവസാനം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഉള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പാപ്പ ഇവിടില്ല. തിരിച്ചേ, സ്മൈൽ സ്മൈൽ. എവിടൊക്കെയാ അവിടെ ആരും ഇല്ലാട്ടോ. പിന്നെ
ഇതെന്തൂട്ടമ്മ മഞ്ഞളല്ലേ? ഇഞ്ചി ഉണ്ടെന്നോണ്ടില്ലേ ഇടയില്? ഇതൊക്കെ ഇഞ്ചിയല്ലേ? ഇത് ഇന്തോനേഷ്യന്ന് കൊണ്ടുവന്ന മറ്റേ റെഡ് കളറിലുള്ള ഇഞ്ചിയല്ലേ? സ്പൈഡറിന്റെ വീഡിയോ എടുത്തു. അണ്ണാച്ചിയെ കണ്ട കടിക്കരുത് കേട്ടാ എന്നാ. പിന്നെ നീ കാണിച്ചാ മേടിച്ചു പോന്ന വാട്ട കോമഡി ചെയ്യാറ്. എന്തോ ഇത്? ഇതെന്താ കുടവന്നോ അല്ലേ? മുത്തൾ. ഓർമ്മശക്തിയൊക്കെ കൂടാൻ നല്ല സാധനമാണത്. കുക്കു എന്താ ചെയ്യുന്നത്? ആ പൊട്ടിച്ചോ. ആ ഇതെല്ലാം തന്നെ വീട്ടിലുണ്ടായതാണ്. കൊള്ളി അല്ലെങ്കിൽ കപ്പ, ചേമ്പ് ഒക്കെ തന്നെ. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒരുപാടുണ്ടായിരുന്നു. ഈ കാണുന്നത് ശതാവരി എന്ന് പറഞ്ഞൊരു ചെടിയാണ്. കണ്ടില്ലേ, പൂത്ത് നിൽക്കണ്, നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു നല്ലൊരു മണമുണ്ട് ഇതിൻ്റെ പൂവിന്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഓണപ്പൂക്കളത്തിൻ്റെ സമയത്ത്, അതായത് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നു, ഒരു ഗ്രീൻ കളറിൽ. എനിക്ക് തോന്നുന്നു പലർക്കും അറിയണ്ടായിരിക്കാം. അതുപോലെ ആയുർവേദ മരുന്നൊക്കെ ആയിട്ട് ഇതിൻ്റെ വേരോ അങ്ങനെ എന്തൊക്കെയോ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൽ കാണുന്നത് അമ്മയുടെ ഗാർഡനാണ്. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെയാണ് ഇതിൽ കാണുന്നത്. കുറച്ച് ഓർക്കിഡ്സ് പല കളറിലുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ചൈനീസ് ഓറഞ്ചാണ്. പക്ഷെ നല്ല പുളിയാണ്, പക്ഷെ നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഫ്ലേവറോട് കൂടിയൊരു ജ്യൂസ് തന്നെയായിരിക്കും ഇതെന്ന് പറയണത്. ഓ, ഇതിലിങ്ങനത്തെ റെഡിമെയ്ഡ് കട്ടിലുകളെ കണ്ടിരിക്കുന്നു. ഇതിപ്പോൾ സിംഗിൾ കോട്ട് കട്ടിൽ എത്ര ഉണ്ട്? മുകളിലേക്ക് മാത്രം മറ്റേത് കൊടുത്തിട്ടല്ലേ? ഇതെന്താ? ഇതോ? ഓറഞ്ച് ഉണ്ടായിണ്ടോ? ഇനി നിങ്ങളിവിടെ കാണുന്നത് കുറച്ച് കൃഷികളൊക്കെയാണ്. അപ്പോൾ കണ്ടില്ലേ, വെണ്ടക്കായ ഒക്കെ ഉണ്ടായി നിൽക്കണത്.
പല കളറിലുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ പച്ചയാണെന്നുണ്ടെങ്കിലും അതുപോലെ റെഡ് വെണ്ടക്കായും ഉണ്ടായി നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ ഇത് ബീറ്റ്റൂട്ടാ, ഇത് വെണ്ടക്കായല്ലേ? ഇതെന്തുട്ടാ? ഇത് പാഷൻ ഫ്രൂട്ട്. വഴുതിനിങ്ങ ഇവിടെ പല വെറൈറ്റീസ് കാണാൻ പറ്റും. അതുപോലെ കുരുമുളകും ഒരുപാട് ഉണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് തന്നെ ഒരുപാട് തന്നെയുണ്ട്. പിന്നെ ഇവിടെ പല വ്യത്യസ്ത തരത്തിലുള്ള വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ സപ്പോട്ട, പിന്നെ ഇത് ചാമ്പയുടെ തൈയാണെന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുപോലെ ചേന, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇത് നമ്മുടെ സ്വന്തം കാന്താരി മുളക്, പല ഗുണങ്ങളുള്ള കാന്താരി മുളക് ഇപ്പോൾ എല്ലാവരുടെയും എനിക്ക് തോന്നുന്ന ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ കാന്താരി മുളക്. കപ്പലണ്ടി മുന്തിരിയും കിടാക്കിയ ഈ മുന്തിരിയാ. വഴുതിനിങ്ങ കണ്ടില്ലേ, കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കൂൾ. നല്ല സുഖം. വർഷങ്ങൾക്ക് ശേഷം ഊഞ്ഞാലുണ്ട്. അതെന്തിട്ടോ? ആ മനസ്സിലായി, സ്റ്റാർ ഫ്രൂട്ട് അറിയാം. പാഷൻ ഫ്രൂട്ട് അല്ലേ കേട്ടോ? നല്ലതാ ഇത്? നല്ല അല്ല, ഇത് കൊത്തിയതാ. വിളിക്കുന്നു.